എ.കെ. ആന്റണി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അല്പസമയം മുൻപാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എം ഹസനൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം സംസാരിച്ചിരുന്നു. കേൾക്കാം എന്താണ് എ.കെ. ആന്റണിക്ക് പറയാനുള്ളതെന്ന്. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, CPI സ്നേഹിക്കുന്ന ഗണ്യമായ വിഭാഗം ആൾക്കാർ തുടർ ഭരണത്തിനെതിരാണ്. തുടർ ഭരണം വന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ശവക്കുഴി തോണ്ടും. കേരളത്തിൽ ബംഗാളിലെ പരമദയനീയമായ സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം എത്തുമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ ഈ ഇലക്ഷൻ തോറ്റാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷക്കാർ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും ഇത്തവണ UDF വോട്ട് ചെയ്യും. അവർ UDFകാരല്ല, കോൺഗ്രസുകാരല്ല. പക്ഷെ ഇടതുപക്ഷം നശിക്കാതിരിക്കണമെങ്കിൽ തുടർ ഭരണം ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഗവൺമെന്റ് എതിർക്കുന്നവർ, UDFനെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ, ഇടതുപക്ഷം നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ മുന്നണി ഈ ഇലക്ഷനിൽ UDFന്റെ കൂടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചരിത്ര വിജയം നേടും കേരളം. UDF തൂത്തുവാരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് 6 മണിക്ക് പോളിംഗ് കഴിയും. ഇന്ന് 6 മണിക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷ വോട്ടർമാർ വോട്ടിംഗ് മെഷീനിൽ LDFനെതിരായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കും. 6 മണി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ന് കൃത്യം 6 മണി കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിച്ചു കഴിഞ്ഞിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരോടാണ്, മാർക്സിസ്റ്റുകാരോടാണ് എ.കെ. ആന്റണി പറയുന്നത്. തുടർഭരണം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എ.കെ. ആന്റണി പറയുന്ന കാര്യം. നമുക്ക്